പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ നവ്യയ്ക്ക് ഷോപ്പിംഗ് മാൾ എഴുതി കൊടുക്കുകയാണ്. അത് കണ്ട് ജലജ ഈ വീട്ടിലെ വെറും വേലക്കാരിയാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അനാമിക. അനാമികയുടെ കളിയാക്കൽ കണ്ട് സഹിക്കാനാവാതെ ജലജ അനാമികയുടെ നേരെ ദേഷ്യത്തോടെ വന്ന് പറയുകയാണ്, ഇത്രയും കാലം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിലുണ്ടായിരുന്നു, എന്നിട്ടും നീ എന്നെ വേലക്കാരിയാണെന്ന രീതിയിൽ ചിത്രീകരിച്ചു. എൻ്റെ മരുമകൾക്ക് കുറച്ച് സ്വത്തുക്കൾ കൊടുത്തപ്പോൾ നീ എന്നെ തള്ളി പറഞ്ഞില്ലേ? ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തിരിച്ചടിയായി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനാമികയെ വെല്ലുവിളിക്കുകയാണ് ജലജ. ജാനകിയാണെങ്കിൽ ദേഷ്യത്തിൽ ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഏട്ടത്തിയുടെയും ജലജയുടെയും മരുമക്കൾക്ക് സ്വത്തുക്കൾ കിട്ടാൻ എന്ത് അർഹതയാണുള്ളത്? കോടികളുടെ സ്വത്തുക്കളുമായി ഈ വീടിന്റെ മഹാറാണിയായി വന്നത് എൻ്റെ മരുമകളല്ലേ? ആ നവ്യയുടെയും നയനയുടെയും കയ്യിൽ 10 പവന്റെ സ്വർണം തികച്ചും എടുക്കാനില്ല എന്നൊക്കെ ജാനകി പരിഹാസത്തോടെ പറയുന്നുണ്ട്. എടി ജാനകി, നീ നിർത്തിക്കോ. നിന്റെ കോടികളുടെ കണക്കൊന്നും എൻ്റെ അടുത്ത് ഇനി ചെലവാവില്ല. കോടികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? എൻ്റെ നയനമോളുടെ അത്ര തങ്കപ്പെട്ട സ്വഭാവം നിന്റെ മരുമകൾക്കില്ലല്ലോ. എത്ര കോടികൾ ഉണ്ടായിട്ടും കാര്യമില്ല. അനാമികയുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ ദേവയാനി മറുപടി കൊടുക്കുകയാണ്. ആ സമയത്താണ് നവ്യയും നയനയും അങ്ങോട്ട് വരുന്നത്. അമ്മ, ഞാൻ എൻ്റെ വീട് വരെ പോയിട്ട് വരാം എന്നൊക്കെ നയന ചോദിക്കുകയാണ്. അതിനെന്താ മോളെ, മോൾക്ക് പോകണമെന്ന് തോന്നുമ്പോൾ മോൾ പോയിക്കോ. പക്ഷെ ഇന്ന് മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അനക്കയും ഗോവിന്ദനെയും കണ്ടിട്ട് എത്ര നാളായി, പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ആ സമയത്ത് അനാമികയെ രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. വല്യമ്മയ്ക്ക് ഇവളുടെ ആ കൊച്ചു വീട് കാണുന്നത് തന്നെ ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ അനാമിക ദേഷ്യത്തോടെ പറയുമ്പോൾ, നിങ്ങളുടെ വാക്കുകളൊക്കെ കേട്ട് ചലിക്കുന്ന ദേവയാനിയല്ല ഞാനിപ്പോൾ. പണ്ട് നിങ്ങളുടെ വാക്കുകൾ കേട്ട് നയനമോളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. വീടിന്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മരുമകളുടെ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നയനെ, നീ റെഡിയാകാൻ നോക്ക്, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ദേവയാനി റൂമിലേക്ക് പോവുകയാണ്. വന്ന് ഏട്ടത്തിക്ക് ഒരു മാനേഴ്സും ഇല്ലാതായി. സ്വന്തം നില മറന്നല്ലേ ഏട്ടത്തി ആ കൊച്ചു വീട്ടിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജാനകി. നവ്യയ്ക്ക് മുത്തശ്ശൻ സ്വത്തുക്കൾ എഴുതി കൊടുത്തത് കൊണ്ട് തന്നെ നവ്യയോട് സ്നേഹം അഭിനയിക്കുകയാണ് അഭിയും ജലജയും. അഭി, മുത്തശ്ശൻ എനിക്ക് സ്വത്തുക്കൾ എഴുതി തന്നത് കൊണ്ടല്ലേ നിന്റെ സ്നേഹപ്രകടനം? നിന്നെ ഒരു പ്രാവശ്യം വിശ്വസിച്ചു, ഇനി ഒരിക്കലും ഞാൻ നിന്റെ കള്ള സ്നേഹത്തിൽ വീഴില്ല. നീ നിന്റെ അമ്മയും എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനും ആർഭാടമായി ജീവിക്കാനുള്ളതെല്ലാം മുത്തശ്ശി എഴുതി തന്നു എന്നൊക്കെ നവ്യ പറയുകയാണ്. അതൊക്കെ കേട്ടിട്ടും അഭിയും ജലജയും നവ്യയുടെ പുറകെ സ്നേഹം അഭിനയിച്ച് ചെല്ലുന്നുണ്ട്. പിന്നീട് വേണു അനാമികയെ വിളിക്കുന്നുണ്ട്. മോളെ, പണം അടച്ചിട്ടില്ലെങ്കിൽ ഈ വീട് കൈവിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. കോടികൾ അടച്ചിട്ടില്ലെങ്കിൽ ഈ വീട് ഇനി ഫിനാൻഷ്യർ കൊണ്ടുപോകും. ഇനി മോളുടെ ആഭരണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ചെങ്കിലും താ മോളെ, പണം കൊണ്ടുപോയി അടയ്ക്കട്ടെ എന്നൊക്കെ പറയുകയാണ് വേണു. അങ്ങനെ അനാമിക ആ പണം ആരും കാണാതെ വേണുവിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ പണം കൊണ്ടൊന്നും മതിയാവില്ല മോളെ, ഇനിയും കോടികൾ വേണം. അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ളത് എനിക്കും വേണുവേട്ടനുമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരമായി അനന്തപുരിയിലേക്ക് താമസിക്കാൻ വരേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് രേവതി. പിന്നീട് നാനയുടെ അടുത്തേക്ക് ആദർശ് വന്ന് ചോദിക്കുകയാണ്, നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരാറായോ? അവൾ നാളെ തിരിച്ചെത്തും. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ. നന്ദുവിൻ്റെ ജോലി നഷ്ടപ്പെടുത്താൻ വേണ്ടി അനാമികയും അവളുടെ അച്ഛനും അമ്മയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ വിധി പോലെ സംഭവിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് നയന. തുടർന്ന് ജാനകി അനാമികയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, മോളെ, കല്യാണത്തിനിട്ട സ്വർണ്ണാഭരണങ്ങളും എന്താ മോൾ ഇപ്പോൾ അണിയാത്തത്? സ്വർണ്ണാഭരണങ്ങൾ മോൾ അണിയണം. ആ നയനയെ പോലെ ഒന്നുമില്ലാത്തവളല്ല എൻ്റെ മരുമകളെന്ന് ദേവയാനി മനസ്സിലാക്കട്ടെ എന്ന് പറയുകയാണ് ജാനകി. അങ്ങനെ അനാമിക രേവതിയോട് പറയുകയാണ്, അമ്മേ, കല്യാണത്തിനിട്ട സ്വർണ്ണാഭരണങ്ങളെല്ലാം അച്ഛൻ കൊണ്ടുപോയല്ലോ, കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ രേവതിയോട് പറയുകയാണ് അനാമിക. എന്നിട്ട് തന്നെ ആ ജാനകിക്ക് നമ്മളെ സംശയമായി തുടങ്ങി. നയനേക്കാൾ ഒന്നുമില്ലാത്തവരാണ് നമ്മളെന്ന് ആ ജാനകി അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കുഴപ്പമാകും എന്നൊക്കെ പറയുകയാണ് രേവതി. അടുത്ത ദിവസം നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. നന്ദു യൂണിഫോം അണിഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അവൾക്ക് ഏതോ പട്ടിക്കാട്ടിലായിരിക്കും പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അവളുടെ ശല്യം ഇതോടെ തീർന്നു. ഇനി അനിയെ കാണാനായിട്ട് അവൾ ഇങ്ങോട്ട് വരില്ല അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അങ്ങനെ നന്ദു മുത്തശ്ശൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. മുത്തശ്ശ, ഞാൻ ഈ നാട്ടിലാണ് ചാർജ് എടുത്തിരിക്കുന്നത്, ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാകും മുത്തശ്ശ എന്നൊക്കെ നന്ദു പറയുമ്പോൾ അനി ഓടി വന്ന് നന്ദുവിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് നന്ദു, നിന്നെ പോലീസ് യൂണിഫോമിൽ കാണാൻ പറ്റിയല്ലോ, എനിക്കത് മതി എന്നൊക്കെ അനി പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അനി, മതിയാക്ക് നിന്റെ സ്നേഹപ്രകടനം. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ SI ആയതിൽ നിനക്ക് എന്താണ് ഇത്ര സന്തോഷം എന്നൊക്കെ പറയുകയാണ് അനാമിക. അവൾ ഇവള് എന്ന വിളിയൊന്നും ഇനി വേണ്ട, ഇനി മുതൽ എന്നെ മേഡം എന്ന് വിളിക്കണം. നീ മാത്രമല്ല, നിങ്ങളോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. നീ പറയുന്നതെല്ലാം കേട്ട് മാറിയിരുന്ന കരയുന്ന നന്ദുവല്ല ഞാനിപ്പോൾ ഈ നാട്ടിലെ SI ആണ്. മനസ്സിലായി മേഡം
എന്ന് രേവതിയും അനാമികയും പേടിച്ചുകൊണ്ട് പറയുകയാണ്. നന്ദുവിനെ അഭിനന്ദിക്കുകയാണ് മുത്തശ്ശൻ. ശേഷം ഒരു ഗോൾഡ് കോയിൻ നന്ദുവിന് ഗിഫ്റ്റായി മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ ജാനകി വന്ന് പറയുകയാണ്, ഇതെന്താ ആ നയനയ്ക്കും അവളുടെ അനിയത്തിമാർക്ക് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റൊക്കെ? അച്ഛൻ ഇതുവരെ എന്തെങ്കിലും ഗിഫ്റ്റ് അനാമിക മോൾക്ക് കൊടുത്തിട്ടുണ്ടോ? അനാമിക മോൾ ഇവിടുത്തെ മരുമകൾ തന്നെയല്ലേ? ഒരു പൊടി സ്വർണമെങ്കിലും അനാമിക മോൾക്ക് അച്ഛൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. നന്ദു ഇവിടുത്തെ മരുമകളല്ലാഞ്ഞിട്ട് പോലും അവൾക്ക് ഗോൾഡ് വാങ്ങി കൊടുത്തിരിക്കുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ജാനകി. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നല്ല പ്രവൃത്തികളൊന്നും ഇതുവരെ അനാമികയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഓർമ്മയും എനിക്കില്ല. പക്ഷേ ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടിയതിന് ഞാൻ നന്ദുവിന് കൊടുത്ത സമ്മാനമാണിത്. അതിനൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുകയാണ്. അച്ഛനങ്ങനെ തോന്നില്ല. അനാമികയെ ഡിവോഴ്സ് ചെയ്ത് നന്ദുവിനെ അനിയുടെ ഭാര്യയാക്കാനല്ലേ അച്ഛൻ്റെ മനസ്സിരിപ്പ്. അനാമിക മോളുടെ മനസ്സ് നോവുന്ന പ്രവൃത്തികൾ തന്നെയാണ് അച്ഛൻ ചെയ്യുന്നത് എന്നൊക്കെ ജാനകി മറുപടി കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ജാനകിയുടെ ഭർത്താവ് അജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ജാനകി, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മനസ്സ് നോവുന്ന തരത്തിൽ ഒന്നും പറയരുതെന്ന്. അച്ഛൻ ക്യാൻസർ പേഷ്യൻ്റാണ്. നമ്മൾ പറയുന്നതൊന്നും താങ്ങാൻ അച്ഛന് കഴിയില്ല എന്നൊക്കെ പറയുകയാണ് അജയൻ. ഇതുപോലുള്ള വാക്കുകൾ ഇനി നിന്റെ വായിൽ നിന്നുണ്ടാവരുത്. അങ്ങനെ വന്നാൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ ഭർത്താവായി ഞാനിപ്പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് അജയൻ. ഞാൻ ഇനിയും പറയും, എൻ്റെ അനാമിക മോളെ താഴ്ത്തി കെട്ടിയിട്ട് യോഗ്യതയില്ലാത്തവരെ മഹാറാണിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുറേ നാളായി ഞാൻ സഹായിക്കുന്നു. ഒരു നയനയും അവളുടെ സഹോദരിമാരും കേട്ട് മടുത്തു. അങ്ങനെ ജാനകി പറയുന്നത് കേട്ട് അജയന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടാ, നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവളെ വല്ല മുറിയിലും കൊണ്ടുപോയി പൂട്ടിയിട്. അങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടട്ടെ. അവൾക്ക് നല്ല മുഴുത്ത അസൂയയാണ് നയനമോളോടും അവളുടെ സഹോദരിമാരോടൊക്കെ. അത് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ അതേ സ്വഭാവമായിരുന്നു എൻ്റെ ഭാര്യ ദേവയാനിക്കും. പക്ഷെ നയനമോൾ കരൽ കൊടുത്തതോടെ ദേവയാനി നല്ല സ്വഭാവക്കാരിയായി മാറി എന്നൊക്കെ പറയുകയാണ് ജയൻ. എൻ്റെ മരുമകൾ ചെയ്തതുപോലെയൊന്നും ജാനകിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അനാമിക കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നയനയും അനാമികയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. കാരണം ആ അനാമിക ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അനുഭവിക്കാൻ പോകുന്നത് നീയും നിന്റെ മകനുമാണ്. അതോർത്താൽ നിനക്ക് നല്ലത് എന്ന് മറുപടി കൊടുത്ത് ദേവയാനി പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ എഴുതി കൊടുത്ത ഷോപ്പിംഗ് മാൾ പണിയാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നവ്യ. മോളെ, നിന്റെ കൂടെ ഞാനും അമ്മയും വരുന്നുണ്ട്. കോടികളുടെ പ്രൊജക്റ്റ് അല്ലേ, അത് നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് അബി. നീയും നിന്റെ അമ്മയും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആദർശേട്ടനെയും നയനെയും കൂട്ടി പോയിക്കോളാം എന്നൊക്കെ നവ്യ അബിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. നന്ദു അടുത്ത ദിവസം അനാമികയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ വേണുവിൻ്റെ പേരിൽ ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട്. പലരുടെയും കയ്യിൽ നിന്ന് കോടികളാണ് ഇയാൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഞാൻ ചാർജ് എടുത്തിട്ട് ആദ്യം കിട്ടിയ കേസ് നിൻ്റെ അച്ഛൻ്റേതാ. എനിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നന്ദു വേണുവിനെ ജീപ്പിൽ കയറ്റുന്നുണ്ട്. എൻ്റെ വേണുവേട്ടനെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ് രേവതി നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് കരയുകയാണ്. നന്ദു വേണുവിനെ ലോക്കപ്പിലിട്ട് തല്ലി ചതിക്കുന്നുണ്ട്. അമ്മേ, ആ നന്ദു അവസരം മുതലെടുക്കുമെന്നാണ് തോന്നുന്നത്. അവളുടെ ഫൈറ്റ് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. അച്ഛനൊരു പരിവമായിട്ടുണ്ടാവും. കയ്യും കാലും ഒടിഞ്ഞ് അച്ഛൻ കിടക്കുമെന്ന് ഉറപ്പാണമ്മേ എന്ന് അനാമിക രേവതിയോട് പറയുന്നുണ്ട്. ഇനി നമ്മൾ അനന്തപുരിക്കാരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമോളെ? അച്ഛനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ആ ജാനകി അറിഞ്ഞാൽ പറയുകയും വേണ്ട എന്നൊക്കെ പറയുകയാണ് രേവതി.